ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് നമ്മൾ നെഗറ്റീവിൽ ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ടല്ലേ, എന്നാൽ ഡെയിലി ലൈഫിൽ നമ്മളിത് യൂസ് ചെയ്യുന്ന സെൻറ്റൻസുകളാണ് കേട്ടോ. അപ്പോൾ നെഗറ്റീവിൽ പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ കാര്യം, ഓൺ ദി സ്പോട്ടിൽ പറയുന്ന കാര്യങ്ങൾ, അങ്ങനെയുള്ള സിമ്പിൾ സെൻറ്റൻസുകളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും യൂസ്ഫുള്ളായ വീഡിയോ മുഴുവനും കാണുക. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോയുടെ അവസാനം നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് സെൻറ്റൻസിലേക്ക് കടക്കാം. സിമ്പിൾ സെൻറ്റൻസ് ആണ്, നെഗറ്റീവാണ്, ഡെയിലി നമ്മൾ പറയാറുള്ളതാണ്. ഓക്കെ, ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് നമ്മൾ മലയാളത്തിൽ പറയാറുണ്ടല്ലേ. ഞാൻ അത് പറഞ്ഞിട്ടില്ല എന്ന് പറയാറുണ്ടല്ലോ. ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പം ഇവിടെ നമ്മൾ ടൈമൊന്നും പറയുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമുക്കവിടെ ഐ ഹാവിൻറ്റ് സെഡ് ദാറ്റ് എന്ന് പറയാം. ഐ ഹാവിൻറ്റ് സെഡ് ദാറ്റ് അല്ലെങ്കിൽ ഐ ഹാവിൻറ്റ് ടോൾഡ് ദാറ്റ് എന്നൊക്കെ പറയും. അപ്പോൾ ടോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പറഞ്ഞു എന്നാണ്, സെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പറഞ്ഞു എന്നാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഹാവ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഐ ഹാവിൻറ്റ് സെഡ് ദാറ്റ് അല്ലെങ്കിൽ ഐ ഹാവിൻറ്റ് ടോൾഡ് ദാറ്റ്, ഞാനത് പറഞ്ഞിട്ടില്ല. ഓൺ ദ സ്പോട്ടിലാണെങ്കിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക, ഹാവിൻറ്റ് യൂസ് ചെയ്യുക. അതെല്ലാം കുറച്ച് ടൈം കഴിഞ്ഞതിന് ശേഷം നമ്മൾ പറയുകയാണെങ്കിൽ അവിടെ നമ്മൾ ഡിഡിൻ യൂസ് ചെയ്ത് പറയാം കേട്ടോ. അപ്പോൾ ഈ ഹാവിൻറ്റും ഡിഡിൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് ഞാൻ പലപ്പോഴും പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി ഇത് ഡിഡിൻ യൂസ് ചെയ്ത് പറയുകയാണെങ്കിൽ ഐ ഡിഡിൻ സേ ദാറ്റ്, ഐ ഡിഡിൻ സേ ദാറ്റ്. അപ്പം നമ്മൾ വെർബ് V1 ഫോമിലായിരിക്കും. അല്ലെങ്കിൽ ഐ ഡിഡിൻ ടെൽ ദാറ്റ് അല്ലേ, ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഹാവിൻ്റും ഡിഡിനും തമ്മിലെ ഡിഫറൻസ് ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ്, ഞാൻ കേട്ടില്ല അല്ലെങ്കിൽ ഞാൻ കേട്ടിട്ടില്ല എന്ന് പറയാറുണ്ടല്ലോ. ഇതും നമുക്ക് ഇതേപോലെ തന്നെ പറയാനായിട്ട് പറ്റും. കേൾക്കുക ഹിയർ എന്നാണ്. അപ്പം ഐ ഡിഡിൻ ഹിയർ, ഞാൻ അത് കേട്ടിട്ടില്ല, ഐ ഡിഡിൻ ഹിയർ ദാറ്റ്. ഇനി ഇത് നമ്മൾ ഹാവിൻ്റെ യൂസ് ചെയ്ത് എങ്ങനെയാ പറയുക, ഞാൻ കേട്ടിട്ടില്ല, ഞാൻ ഓൺ ദി സ്പോട്ടിൽ പറയുകയാണ്, ഞാൻ അത് കേട്ടിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ ഐ ഹാവിൻറ്റ് ഹേർഡ് ദാറ്റ്. അവിടെ നമ്മുടെ ഹിയറിൻ്റെ V3 ഫോമായ ഹേർഡ് എന്ന് യൂസ് ചെയ്യും. ഐ ഹാവിൻറ്റ് ഹേർഡ് ദാറ്റ്, ഞാനത് കേട്ടിട്ടില്ല. പല കാര്യത്തിലും നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ്, ഞാൻ കണ്ടിട്ടില്ല, ഞാനത് കണ്ടിട്ടില്ല എന്ന് പറയാറുണ്ടല്ലോ. കാണുക സി ആണ്. അപ്പം ഞാനത് കണ്ടിട്ടില്ല, ഐ ഹാവിൻറ്റ് സീൻ ദാറ്റ്, ഐ ഹാവിൻറ്റ് സീൻ ദാറ്റ് എന്ന് പറയാം. ഇനി കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഞാനത് കണ്ടില്ല എന്ന് പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാമിനൊക്കെ പോയി നമ്മളത് കണ്ടില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം നമ്മൾ കണ്ടില്ല എന്ന് പറയുകയാണെങ്കിൽ അവിടെ നമുക്ക് ഡിഡിൻ യൂസ് ചെയ്ത് പറയാം. ഐ ഡിഡിൻ സീ ദാറ്റ് എന്ന്. ഐ ഡിഡിൻ സീ ദാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം കഴിഞ്ഞു പോയ കാര്യങ്ങൾ കിട്ടില്ല അല്ലെങ്കിൽ കണ്ടില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഐ ഹാവിൻറ്റ് സീൻ ദാറ്റ് എന്ന് പറയുമ്പോൾ ഓൺ ദ സ്പോട്ടിലുള്ള സിറ്റുവേഷനാണ്. ഓക്കെ, നെക്സ്റ്റ്, ഞാൻ പോയില്ല, ഞാൻ അവിടെ പോയില്ല എന്നൊക്കെ പറയാറുണ്ടല്ലോ. ഞാൻ പോയില്ല, ഐ ഡിഡിൻ ഗോ, ഐ ഡിഡിൻ ഗോ, ഞാൻ പോയില്ല. ഞാൻ അവിടെ പോയില്ല എന്ന് പറയുകയാണെങ്കിൽ ഐ ഡിഡിൻ ഗോ ദർ, ഐ ഡിഡിൻ ഗോ ദർ, ഞാൻ അവിടെ പോയില്ല. ഇനി ഇത് ഞാൻ അവിടെ ഇതുവരെ പോയിട്ടില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് ഐ ഹാവ് ബീൻ ദർ, ഞാൻ ഇതുവരെ അവിടെ പോയിട്ടില്ല. എനിക്ക് തോന്നിയില്ല അല്ലേ, എനിക്ക് തോന്നിയില്ല അല്ലെങ്കിൽ എനിക്ക് തോന്നിയിട്ടില്ല എന്നൊക്കെ പറയാറുണ്ടല്ലേ. എന്തെങ്കിലും ഒരു കാര്യം എനിക്ക് അങ്ങനെ തോന്നിയില്ല, ഐ ഡിഡിൻ ഫീൽ ദാറ്റ്, ഐ ഡിഡിൻ ഫീൽ, എനിക്ക് തോന്നിയില്ല അല്ലേ, എനിക്ക് തോന്നിയില്ല, ഐ ഡിഡിൻ ഫീൽ. ഇനി നമ്മൾ ഇങ്ങനെ പറയാം, എനിക്കൊന്നും തോന്നിയില്ല. ഇപ്പം എന്തെങ്കിലും ഒരു സാധനം കണ്ടിട്ട് നമ്മൾ പറയുകയാണ് എനിക്കൊന്നും തോന്നിയില്ല എന്ന് പറയാറുണ്ടല്ലോ. ഐ ഡിഡിൻ ഫീൽ എനിത്തിങ്, ഐ ഡിഡിൻ ഫീൽ എനിത്തിങ്, എനിക്കൊന്നും തോന്നിയില്ല. ഓക്കെ, എനിക്കതിനോട് യോജിപ്പില്ല. അപ്പം നമ്മൾ ഒരു സെൻറ്റൻസിന് പല രീതിക്കും നമുക്ക് സിറ്റുവേഷൻ എന്താണോ അതിനനുസരിച്ച് നമുക്ക് പറയാം കേട്ടോ. എനിക്ക് അതിനോട് യോജിപ്പില്ല. ഇപ്പോൾ ഒരു കാര്യം ഡിസ്കസ് ചെയ്യുകയാണ്, അപ്പം നമ്മൾ പറയും നമ്മളെ അഭിപ്രായം അല്ലേ. എനിക്കതിനോട് യോജിപ്പില്ല എന്ന് പറയാറുണ്ടല്ലോ. ഇതിന് വേണ്ടിയിട്ട് യോജിപ്പ്, സമ്മതം എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എഗ്രി എന്നുള്ളത്. അപ്പം എനിക്കതിനോട് യോജിപ്പില്ല എന്ന് പറയുമ്പോൾ ഐ ഡിഡിൻ എഗ്രി വിത്ത് ദാറ്റ്, ഐ ഡിഡിൻ എഗ്രി വിത്ത് ദാറ്റ്, എനിക്കതിനോട് യോജിപ്പില്ല, ഐ ഡിഡിൻ എഗ്രി വിത്ത് ദാറ്റ്. അപ്പോൾ എഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മതം എന്ന് പറയാം കേട്ടോ. അതിന് വേണ്ടിയിട്ടും നമ്മൾ എഗ്രി യൂസ് ചെയ്യും. യോജിപ്പ് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എഗ്രി യൂസ് ചെയ്യും. അപ്പം ഐ ഡിഡിൻ എഗ്രി വിത്ത് ദാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കതിനോട് യോജിപ്പില്ല. ഓക്കെ, നെക്സ്റ്റ്, ഞാനത് ചെയ്തില്ല. ഇപ്പം എന്തോ ഒരു കാര്യം, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഹോംവർക്ക് അല്ലെങ്കിൽ വീട്ടിലെ ജോലി എന്തോ ആവട്ടെ, ഞാനത് ചെയ്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ കാര്യമാണല്ലേ. നമ്മൾ അവിടെ നിന്നൊക്കെ വന്നതിന് ശേഷം പറയുകയാണ് ഞാനത് ചെയ്തില്ല എന്ന് പറയുകയാണെങ്കിൽ ചെയ്യുക ഡു ആണ്. അപ്പം ഐ ഡിഡിൻ
ഡു ദാറ്റ്. ഐ ഡിഡിൻ ഡു ദാറ്റ്. ഐ ഡിഡിൻ ഡു ദാറ്റ്. ഞാനത് ചെയ്തില്ല. ഞാൻ ജ്യൂസ് കുടിച്ചില്ല. സിമ്പിൾ ആണല്ലേ. ഞാൻ ജ്യൂസ് കുടിച്ചില്ല. ഞാൻ കുടിച്ചില്ല. ഐ ഡിഡിൻ ഡ്രിങ്ക് ജ്യൂസ്. ഐ ഡിഡിൻ ഡ്രിങ്ക് ജ്യൂസ്. ഞാൻ ജ്യൂസ് കുടിച്ചില്ല. നെക്സ്റ്റ്, ഞാൻ ആ ജ്യൂസ് കുടിച്ചില്ല എന്നാണെങ്കിലോ ഇവിടെയും നമുക്ക് ഹാവ് യൂസ് ചെയ്ത് പറയാം കേട്ടോ. ഓൺ ദ സ്പോട്ടിൽ പറയുകയാണെങ്കിൽ നമുക്ക് ഇവിടെ വെർബിനെ V3 ആക്കിയിട്ട് ഐ ഹാവിൻറ്റ് ഡ്രാങ്ക് ദാറ്റ് ജ്യൂസ്. ഇനി ഐ ഡിഡിൻ യൂസ് ചെയ്ത് പറയുകയാണെങ്കിൽ ഐ ഡിഡിൻ ഡ്രിങ്ക് ദാറ്റ് ജ്യൂസ്. ഞാൻ ആ ജ്യൂസ് കുടിച്ചില്ല. ഓക്കെ. നെക്സ്റ്റ്, ഞാൻ ആ റിങ് വാങ്ങിയില്ല. ഞാൻ ആ ഡ്രസ്സ് വാങ്ങിയില്ല. അതുപോലെ ഞാൻ ആ കാർ വാങ്ങിയില്ല. ഇങ്ങനെ നമ്മൾ ഒരുപാട് വസ്തുക്കൾ വാങ്ങിയില്ല എന്ന് പറയാറുണ്ടല്ലേ. ഞാൻ ആ റിങ്, ഇപ്പോൾ ഈ റിങ് കണ്ടോ, ഇതുപോലെയുള്ള റിങ് വാങ്ങാൻ പോയി, നമുക്കത് മോഡലൊന്നും ഇഷ്ടപ്പെട്ടില്ല. നമ്മൾ പറയാറുണ്ട് ഞാൻ ആ റിങ് വാങ്ങിയില്ല എന്നെങ്ങനെ പറയാ? വാങ്ങുക ബൈ ആണ്. ഇല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് ഐ ഡിഡിൻ ബൈ ദാറ്റ് റിങ്. ഐ ഡിഡിൻ ബൈ ദാറ്റ് റിങ്. ഞാൻ ആ റിങ് വാങ്ങിയില്ല. ഓക്കെ. നെക്സ്റ്റ്, എനിക്ക് ആ റിങ് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയണമെങ്കിലോ, എനിക്ക് ആ റിങ് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയണമെങ്കിലോ, എനിക്ക് ആ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടില്ല, എനിക്ക് ആ കാർ ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പറയാറുണ്ടല്ലേ. അപ്പോൾ ഒരു സെൻറ്റൻസ് പഠിച്ചു കഴിഞ്ഞാൽ പല സെൻറ്റൻസ് നമുക്ക് പറയാനായിട്ട് പറ്റും. എനിക്ക് ആ റിങ് ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെടുക ലൈക്ക് ആണല്ലേ. ഐ ഡിഡിൻ ലൈക്ക് ദാറ്റ് റിങ്. സിമ്പിൾ ആണ്. ഐ ഡിഡിൻ ലൈക്ക് ദാറ്റ് റിങ്. ആ എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ദാറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ എന്താണോ പറയുന്നതിന് തൊട്ട് മുമ്പ് ദാറ്റ് യൂസ് ചെയ്യുക. അപ്പം റിങ് ആണ്. അപ്പം ദാറ്റ് റിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റിങ്. ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് ഐ ഡിഡിൻ ലൈക്ക്. ഐ ഡിഡിൻ ലൈക്ക് ദാറ്റ് റിങ്. എനിക്ക് ആ റിങ് ഇഷ്ടപ്പെട്ടില്ല. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ്, ഒരു ഡ്രസ്സ് എടുത്ത് അല്ലെങ്കിൽ ഒരു ഓർണമെൻറ്റ്സ് എന്തോ ആവട്ടെ, അത് നമ്മൾ ഒരാളുടെ അഭിപ്രായം ചോദിക്കുമ്പോൾ പറയാണ് നിനക്കിത് ചേരില്ല എന്ന് പറയാറുണ്ടല്ലോ. നിനക്കിത് ചേരില്ല എന്ന് പറയണമെങ്കിൽ ഇവിടെ ചേരുക എന്ന് പറയാൻ വേണ്ടിയിട്ട് സ്യൂട്ടാണ് അല്ലേ. ദിസ് ഡസിൻറ്റ് സ്യൂട്ട് യു അല്ലേ. ഇവിടെ ഡസിൻ്റ് ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. കാരണം എന്താണ്? ദിസ് എന്ന് പറയുന്നത് ഒരു നെഗറ്റീവാണ്. ഇവിടെ ഒരു വസ്തു അല്ല. ഇത് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരാളോട് പറയാണ് ഇത് നിനക്ക് ചേരില്ല, ഇത് നിനക്ക് ചേരില്ല, അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നാണ്. ഇവിടെ നമ്മൾ കഴിഞ്ഞു പോയ ഒരു കാര്യമൊന്നുമല്ല, ഒരു സംഭവത്തെ കുറിച്ചിട്ടുള്ളൊരു അഭിപ്രായമാണ് പറയുന്നത്. അപ്പം ഇത് നിനക്കൊട്ടും ചേരില്ല എന്ന് പറയുമ്പോൾ ദിസ് ഡസൻറ്റ് സ്യൂട്ട് യു. ഇത് നിനക്ക് ചേരില്ല. ഓക്കെ. നെക്സ്റ്റ്, അപ്പം ഇവിടെ കൺഫ്യൂഷൻ വരരുത്. ഇവിടെ എന്തുകൊണ്ട് ഡിഡിൻ്റ് വന്നില്ല എന്നുള്ളത് പറയരുത്. കാരണം ഇതൊരു വസ്തു, ഒരു പ്രവൃത്തിയെ കുറിച്ചിട്ടല്ല നമ്മൾ പറയുന്നത്. ഇവിടെ ഒരു വസ്തുവിനെ കുറിച്ചിട്ടുള്ള ഒരു അഭിപ്രായമാണ് പറയുന്നത്. ഇത് നിനക്ക് ചേരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊട്ടും ചേരാത്തൊരു വസ്തു ആയതുകൊണ്ട് നമ്മളവിടെ ഡസിൻറ്റ് ഓർ ഡോണ്ട് യൂസ് ചെയ്യുക. അപ്പം ഇവിടെ സിംഗുലർ ആണ് അല്ലേ. ഇത് എന്ന് പറയുന്നത് ഒരു വസ്തുവാണ്. അപ്പം ദിസ് ഡസിൻറ്റ് സ്യൂട്ട് യു എന്നാണ് പറയേണ്ടത്. ക്ലിയർ ആയോ? നെക്സ്റ്റ്, ഈ ഡ്രസ്സിന് അധികം വിലയില്ല, അല്ലെങ്കിൽ ഈ റിങ്ങിന് അധികം വിലയില്ല, അല്ലെങ്കിൽ ഈ വളയ്ക്ക് അധികം വിലയില്ല, ഈ ചെയിനിന് അധികം വിലയില്ല. ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ പറയാറുണ്ട് അല്ലേ. ഒരു വസ്തു കാണിച്ചിട്ട് ഇതിനധികം വിലയില്ല എന്ന് പറയാറുണ്ട്. പൊതുവെ നമ്മൾ ഡ്രസ്സൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ട് അല്ലേ. ഒരു ടോപ്പൊക്കെ എടുത്തിട്ട് പറയും ഇതിനധികം വിലയൊന്നും ഇല്ല കേട്ടോ, പോയി എടുത്തോളൂ എന്നൊക്കെ പറയാറുണ്ടല്ലോ. അപ്പം ഇതിനധികം വിലയില്ല, വലിയ വിലയൊന്നും ഇല്ല എന്ന് പറയണമെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെ പറയാം. ദിസ് ഡ്രസ്, ഈ ഡ്രസ്സിന് അധികം വിലയില്ല എന്നാണ് പറയുന്നത്. അപ്പം ദിസ് ഡ്രസ് ഈസ് ഇറ്റ് കോസ്റ്റ്ലി. ദിസ് ഡ്രസ് ഈസ് ഇറ്റ് കോസ്റ്റ്ലി. ഈ ഡ്രസ്സിന് അധികം വിലയില്ല. എനിക്കതിന് ആഗ്രഹമില്ല. ഡ്രസ്സാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യമാവാം. എനിക്കതിന് ആഗ്രഹമില്ല അല്ലേ. ഐ ഡോണ്ട്, എനിക്കാണ്. ഐ ഡോണ്ട് വാണ്ട് ദാറ്റ്. ഐ ഡോണ്ട് വാണ്ട് ദാറ്റ്. എനിക്കതിന് ആഗ്രഹമില്ല. ഒക്കെ നെഗറ്റീവ് സെൻറ്റൻസ് ആണ് കേട്ടോ. സിമ്പിളാണ്. നെക്സ്റ്റ്, എന്തെങ്കിലും ഒരു കാര്യം കണ്ടിട്ട് നമ്മൾ പറയുകയാണ് ഇത് ഭംഗിയില്ല. ഇത് ഭംഗിയില്ല എന്ന് പറയാറുണ്ടല്ലോ അല്ലേ. ഇത് ഭംഗിയില്ല. ദിസ് ഈസിൻറ്റ് ബ്യൂട്ടിഫുൾ. ദിസ് ഈസിൻറ്റ് ബ്യൂട്ടിഫുൾ. ഇത് ഭംഗിയില്ല. ഓക്കെ. നെക്സ്റ്റ് നിങ്ങൾക്കുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അത് അനു ആയിരുന്നില്ല, അത് അരുൺ ആയിരുന്നില്ല, അത് സലീമ ആയിരുന്നില്ല, ഇങ്ങനെയൊക്കെ പറയാറുണ്ടല്ലോ. അത് അനു ആയിരുന്നില്ല, അത് അനു ആയിരുന്നില്ല എന്നെങ്ങനെ പറയും എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക.
കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സ്പോക്കൺ ഇംഗ്ലീഷ് ഈസിയായി പഠിക്കാൻ താല്പര്യമുള്ളവരിലേക്ക്, നമ്മുടെ സാധാരണക്കാരായ ആളുകളിലേക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും എന്ത് തന്നെ ആയാലും കമൻ്റായിട്ട് അറിയിക്കുക. അതുപോലെ ഈ വീഡിയോൻ്റെ ഒരു അഭിപ്രായം മസ്റ്റ് ആയിട്ടും കമൻ്റ് അറിയിക്കണം കേട്ടോ. നിങ്ങൾക്ക് ഈ സെൻറ്റൻസ് അറിയിക്കാൻ പറ്റാത്തവരാണെങ്കിൽ വീഡിയോൻ്റെ അഭിപ്രായം മസ്റ്റ് ആയിട്ടും കമൻ്റ് അറിയിക്കുക. പിന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും ഓൾ ഓപ്ഷനും ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക. പിന്നെ നിങ്ങൾക്ക് സിമ്പിൾ സെൻറ്റൻസ് പഠിക്കണമെങ്കിൽ നമ്മുടെ ഈസി ഇംഗ്ലീഷ് ഗ്രാമർ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ള സെൻറ്റൻസുകളാണ് പഠിക്കുന്നത്. അപ്പോൾ നിങ്ങളത് ആവശ്യമുണ്ടെങ്കിൽ കാണുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.